ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നമ്മളെയൊക്കെ മറന്നോ? നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളുകളായി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്. അതുപോലെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്ലോഡ് ചെയ്യാറില്ല. ചില സമയത്ത് മടിയാണ്. അങ്ങനെ ചില സമയത്ത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മളൊരു ഫുൾ ഡേ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇതിൽ നിങ്ങളോട് ചെയ്യണില്ല. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും പച്ചക്കറിയൊക്കെ ആദ്യം തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ നേരിട്ട് അറിയുന്ന ആളുകൾ കേട്ടോ. ഒരുപാട് ആളുകളൊന്നുമില്ല, കാരണം നമ്മളെ വീഡിയോക്ക് അത്ര വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വ്യൂസ് ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ചോദിക്കും, എന്താ യൂട്യൂബ് നിർത്തിയോ, എൻ്റെ വീഡിയോ ഒന്നും കാണലില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല, വീഡിയോ ഇടാറില്ല എന്നുണ്ട്. അപ്പം ഇങ്ങനെ പൂതി നമ്മളെ കൂടെ എല്ലാ ആളുകളൊക്കെ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓലൊക്കെ ഇതിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഓലൊക്കെ എന്നൊക്കെ വലിയ നിലയിലെത്തിയത്. നമ്മൾ അത്ര മതിയെന്ന് കരുതുന്നത് കൊണ്ടാണ് നമുക്കും അത്ര ആവണത് കേട്ടോ. ഏതൊരു കാര്യത്തിനായാലും നമ്മൾ അത്രമാത്രം അതിൽ ആത്മാർത്ഥതയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിതിന് അത്ര ഇമ്പോർട്ടൻ്റ് ആക്കി എടുത്തിട്ടില്ല. ഞാൻ ഫ്രീ ടൈമിൽ ഇങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക, നമുക്ക് ആ വീഡിയോ തന്നെ തോന്നുമ്പോൾ എഡിറ്റ് ചെയ്യുക, അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാമെന്നേ പറയുള്ളൂ. ഇനി ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടും, ഇനി ഞാൻ സ്ട്രോങ് ആയിട്ട് യൂട്യൂബിനെ മെയിൻറ്റെയിൻ ചെയ്യും, അങ്ങനെയൊന്നും ഞാൻ ഇപ്പോഴും പറയണില്ല കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളല്ലേ, നമ്മളെ സാഹചര്യത്തിൽ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മളെ വീടും നമ്മളെ മക്കളും അങ്ങനെ അതുപോലെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് റാഹത്ത് തന്നെയാണ്. എല്ലാവരും അതുപോലത്തെ സന്തോഷത്തിലും സമാധാനത്തിലും ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരാഴ്ച 2 ആഴ്ച ആയിട്ടുണ്ടാവും വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഞാനന്ന് വിചാരിച്ച് അന്ന് തന്നെ എഡിറ്റ് ചെയ്യണം, എന്നിട്ട് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യണം, പിറ്റേ ദിവസം വീഡിയോ ചെയ്യണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കും കേട്ടോ. അത്രയ്ക്ക് ഇൻട്രസ്റ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അന്നത്തെ ദിവസം എന്തെങ്കിലും സ്വീപ്പപ്പെട്ട് പിന്നെ അന്ന് നടക്കില്ല. അപ്പോൾ എന്നാൽ കരുതുന്ന നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ നാളെ അങ്ങനെ 2-3 ദിവസം വൈകുക, പിന്നെ ആ ഒരു വീഡിയോ നമുക്ക് നോക്കാനൊരു മടിയാണ്. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇന്നിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ എന്തിനാ വെറുതെ നമുക്കൊരു വിജയിക്കാനൊരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ടായിട്ടും എന്തിനാ നമ്മളിങ്ങനെ മടിച്ചിരിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്നാൽ എന്തായാലും വേണ്ടില്ല, അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ മെനക്കെട്ടിരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടും നമ്മൾ ഒഴിഞ്ഞിരുന്നിട്ടൊന്നും നമുക്കൊന്നിനും നടക്കില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തി ചെയ്യുക, അപ്പോഴേ നമുക്കതൊക്കെ നടക്കുള്ളൂ. അങ്ങനെ നമ്മളെ കഥകളൊക്കെ പറഞ്ഞ് ഇഡ്ഡലി ഏകദേശം വെന്ത് ആവാനായി. ഞാൻ ചെറിയൊരു കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു ട്രേ ഉണ്ട് കേട്ടോ. നമ്മളത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാത്രമാണ് നല്ലൊരു ഉപകാരമുള്ളൊരു പാത്രം. അതുപോലെ വലിയ വിലയൊന്നും ആയിട്ടില്ല, ഞാൻ അത്രമാത്രമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടപ്പോൾ. പക്ഷെ നല്ല വെയിറ്റുള്ളൊരു പാത്രമാണ്. അതുപോലെ തന്നെ നല്ല ഉപകാരമുള്ള ഇത് ട്രേകളൊക്കെ. അപ്പോൾ നമ്മളെ അമ്മിക്കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചെറിയ കുഞ്ഞ് ഇഡ്ഡലി കാണുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുഞ്ഞ് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചില സമയത്ത്. നമുക്കത് കാണുമ്പോൾ രസമാണ്, കുട്ടികൾക്കൊരു സന്തോഷമാണ്. ഇഡ്ഡലിൻ്റെ പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ ദിവസം കുട്ടികൾക്ക് സ്കൂള് ഉള്ള ദിവസമാണ്. അപ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ കുക്കറിലാണ് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ മൺപാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൺപാത്രത്തിലാവുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ആ കുക്കറിൽ പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ല കൂട്ടാനുണ്ടാക്കേണ്ടതുണ്ടായി, അങ്ങനത്തെ ഒരു ആവശ്യം കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺപാത്രത്തേക്ക് സാമ്പാറൊക്കെ റെഡിയാക്കി അതിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഒരടുപ്പത്ത് ചായയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ആകുമ്പോൾ കുറച്ച് നേരത്തെ തലേ ദിവസം രാത്രി വേവുള്ള അരിയാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കലാണ്. അങ്ങനെ ആകുമ്പോൾ രാവിലെ അത് ഊറ്റിയാൽ മതി. നല്ല പാകത്തെ വേവായിട്ടിരിക്കും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അന്ന് സ്കൂൾക്ക് കൂട്ടാനായിട്ട് മമ്പയറും മത്തനും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മമ്പയർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുക്കർ വെച്ചിട്ട് അത് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. ഇപ്പുറത്തെ സാമ്പാറും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും നമുക്ക് ചമ്മന്തി മസ്റ്റാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കുന്നുണ്ട്. ചമ്മന്തി കാര്യങ്ങളൊക്കെ അതിന് മുന്നേ പല വീഡിയോസിലും പറഞ്ഞതുകൊണ്ട് അതിൽ കൂടുതൽ വിശദമായിട്ടൊന്നും പറയണില്ല. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഒക്കെ ഈ ചമ്മന്തി നമ്മൾ സാധാരണ വെള്ളപ്പത്തേക്കാണെങ്കിലും ആ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ ഒരു അടുപ്പത്ത് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല, കാരണം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അവർ സ്കൂൾക്ക് പോകുന്നതിന് മുന്നേ തന്നെ അടുക്കളത്തെ പണികളൊക്കെ കഴിച്ചാൽ ചില ദിവസങ്ങളുള്ളൂ കേട്ടോ അത്രയ്ക്ക് ഇൻട്രസ്റ്റ്, ചില ദിവസങ്ങൾ ഭയങ്കര മടിയും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ ഇന്ന് അത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കുക. എന്നാൽ വീഡിയോ എടുക്കുക കഴിഞ്ഞിട്ട് തന്നെ അത് എഡിറ്റും ചെയ്യാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷേ എഡിറ്റിങ്ങൊക്കെ പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് മാത്രം. എന്തായാലും പിന്നെ നമ്മളെ പണികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ, അപ്പോൾ നേരത്തെ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ ചില ദിവസം പെട്ടെന്ന് തീർക്കും, ചില ദിവസം ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് അങ്ങനെ പോവും. പിന്നെ നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ, അപ്പോൾ അങ്ങനെ പോകും കാര്യങ്ങളൊക്കെ. വൈകാലം പ്രശ്നമൊന്നും എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും ചില ദിവസങ്ങളിൽ കേട്ടോ. ചില ദിവസങ്ങൾ നേരത്തെ എല്ലാം റെഡിയാവും. ഇവിടെ ചമ്മന്തിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മറ്റേ ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ആവശ്യമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പിന്നെ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് ഒഴിച്ചാൽ അതൊരു കറി പോലെ ഇരിക്കും, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആ മമ്പയർക്ക് നമ്മൾ മത്തൻ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിക്ക് നമ്മൾ തേങ്ങ കൂടി ചതച്ച് ചേർത്താൽ നമ്മൾ കുട്ടികൾക്കെല്ലാം കൂട്ടാനും റെഡിയായി. അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കണില്ല. തൊട്ടപ്പുറത്ത് നമ്മളെ സാമ്പാർ പിന്നെ കടുക് വറുക്കാൻ അയക്കണേ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഉണക്കമുളകും പിന്നെ കറിവേപ്പിലേക്ക് ഇടുക. പിന്നെ കുറച്ച് സാമ്പാർ പൊടി, പാക്കറ്റിൽ വാങ്ങിക്കുന്ന സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നമ്മൾ കറിക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരും കൂടി നമ്മുടെ വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതൊക്കെ നിങ്ങളെ ചോയ്സാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്കൊരു ഉപകാരം. നിങ്ങളേതായാലും കണ്ടുകൊണ്ടിരിക്കല്ലോ, ആർക്കും നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ലല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിച്ച് നോക്കുക ഉയരത്തിലെത്താൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ശ്രമിച്ചാൽ നേടാത്തതൊന്നുമില്ല, പക്ഷേ അത്രയും ആത്മാർത്ഥമായിട്ടും അത്രയും പിന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മൾ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം, അപ്പോഴേ നമുക്ക് റിസൾട്ട് ഉണ്ടാകുള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഞാൻ രാവിലെ ചായ കുടിക്കാൻ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയും സ്വച്ചൊക്കെ എണീറ്റിട്ടുണ്ട്. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മദ്രസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു മദ്രസ ഉണ്ടെങ്കിൽ രാവിലെ മദ്രസയിൽ പോകുമ്പോൾ ഒരു ചായ കുടിക്കും, മദ്രസ വിട്ട് വന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ വീണ്ടും ചായയും കടിയും കുടിക്കും. അങ്ങനെയാണ് അവർ കാട്ടിൽ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മദ്രസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പിന്നെ ഒരൊറ്റ ചായ മാത്രം മതി. രണ്ടാമതൊരു ചായ കുടിക്ക് നിൽക്കാനുള്ളൊരു സമയം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയാട്ടോ, സൂപ്പറാണ്. സാമ്പാറും ചമ്മന്തിയും കട്ടൻ ചായ ഇഡ്ഡലിയൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ അമ്മിക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പം ഇനി അവൾക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.